ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ആംഗ്ലറ്റ്സിൻ്റെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിൽ റേറ്റും അതുപോലെ തന്നെ എത്ര സൈസ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കുന്നൊരു കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം കേട്ടോ. ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ പേര് ചോദിക്കുന്നതാണ്, അത് ഗ്യാരണ്ടി ഉണ്ടോ, എത്ര മാസം നിൽക്കും? നമുക്ക് ഇത് 6 മാസം ഗ്യാരണ്ടിയാണ് കടക്കാരൻ നമ്മളോട് പറയുന്നത്. 4 മാസം ഗ്യാരണ്ടി എന്തായാലും നിൽക്കും. പിന്നെ എന്തായാലും കെമിക്കൽ, അതായത് പെർഫ്യൂം, വിനാഗിരി, നമ്മളെ നാരങ്ങനീര്, ഇങ്ങനത്തെ കെമിക്കൽ തട്ടിയാൽ അത് സ്വർണ്ണമല്ലാത്ത ഏതായാലും വിളിക്കും. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ളതും ആൻറ്റി ടെർണിഷ് ആണെങ്കിലും നമ്മൾ ഈ ഗോൾഡ് പ്ലേറ്റഡാണ്. അത്യാവശ്യം റേറ്റും ഉണ്ട്. അതുപോലെ തന്നെ അത് ഈട് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ 100-ൽ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് എന്തിട്ടാലും ശരീരത്തിലല്ല ഇങ്ങനെ ഇൻഫെക്ഷൻ, അതായത് റിട്ടേൺ അടിക്കാന്ന് പറയുമല്ലോ, എന്താ പറയുക, പെട്ടെന്ന് കറുത്ത് പോവുക, അതായത് വെള്ളിപ്പാദസര ഇട്ടാൽ പെട്ടെന്ന് കറുത്ത് പോവുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചെയിനുകൾ ഇട്ടാൽ, റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയിനുകൾ ഇട്ടാൽ തന്നെ ചിലപ്പോൾ ചെയിൻ പെട്ടെന്ന് വേറെ ആളുകൾക്കൊന്നും സ്വഭാവം ഉണ്ടാവില്ല, ചില ആളുകൾ കാര്യം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇത്ര ഗ്യാരണ്ടി ആണ്. പക്ഷേ ഇതുവരെ എനിക്ക് ആരും ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും പറ്റിയിട്ട്. പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ, അതിപ്പോൾ സ്വർണ്ണമായാലും പൊട്ടിക്കഴിഞ്ഞാൽ വളക്കിക്കാന്നല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ടിടുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കാര്യങ്ങൾ എന്താ പറയാനുള്ള വെച്ചാൽ, പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റാണ് മെയിനായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യൽ. പിന്നെ ചില ആളുകൾ കൊറിയർ മതി ചിലപ്പോൾ പെട്ടെന്ന് കിട്ടേണ്ടി വരും. അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ അവർക്ക് എന്താ പറയുക, ടൗൺ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ പോസ്റ്റ് ബുദ്ധിമുട്ടായിരിക്കും. കൊറിയർ മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് ഇതുപോലത്തെ ആളുകൾ കയ്യിൽ നിന്ന് ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് എന്നെ പോലത്തെ ആളുകൾ കയ്യിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചോദിക്കുക, ഏതാ ഫസ്റ്റ് എത്തുക, നമ്മളെ കയ്യിൽ കിട്ടാൻ ഏതാ സുഖം, ഒന്ന് ചോദിക്കുക കേട്ടോ. കാരണം അതെല്ലാവർക്കും അറിയില്ല. നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതല്ല സംഗതി. അവരെ നമ്മൾ വീട്ടിലേക്ക് ഫ്രീ ഡെലിവറി, നമ്മൾ അഡ്രസ്സ് കൊറിയർ ആണെങ്കിലും അത് കൊറിയർ നമ്മൾ വീട്ടിലേക്ക് എത്തുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. ഇങ്ങനെ ഓൺലൈൻ പരിപാടി ചെയ്യുന്ന ആളുകൾക്ക്, ഒരുവിധ ആളുകൾക്കൊന്നും 95% ആളുകൾക്കും ഇതുപോലത്തെ ഫെസിലിറ്റീസേ ഉള്ളൂ. അല്ലാതെ അത്ര വലിയ കമ്പനീസൊന്നുമല്ല നമ്മളത്. അപ്പോൾ പോസ്റ്റ് ഒരുവിധം പോസ്റ്റ് ഓഫീസ് ആളുകൾ, പോസ്റ്റ്മാൻമാർ കൈ കൊണ്ടുവന്ന് തരാറുണ്ട്. വലിയ സാധനങ്ങളാണെങ്കിൽ അവർ കൊണ്ടുവന്ന് തരാറില്ല. ചില ആളുകൾ എന്നാലും കൊണ്ടുവന്ന് തരും കേട്ടോ. ശരിക്കും അത് അവർ കയ്യിൽ കൊണ്ടുവന്ന് തരണം, അതാണ് അവരെ ഇത്. പക്ഷേ ചില ആളുകൾ കൊണ്ടുവന്ന് തരാറില്ല, എനിക്കറിയാം. എൻ്റെതും അങ്ങനെ തന്നെയാണ്. പിന്നെ കൊറിയർ പറഞ്ഞാൽ ടൗണിൽ പോയിട്ട് വാങ്ങേണ്ടി വരും. നിങ്ങൾ ഏതാ ടൗൺ ഏരിയ വെച്ചാൽ അവിടെ പോയിട്ട് വാങ്ങേണ്ടി വരും. അല്ല, നിങ്ങൾ ചുറ്റുവട്ടത്തായിരിക്കുമല്ലോ പോസ്റ്റ് ഓഫീസ് വരുന്നത്. 10 രൂപ 20 രൂപ കൊടുത്തിട്ട് ഓട്ടോയിൽ അല്ലെങ്കിൽ ചെറിയൊരു ബൈക്കിലൊക്കെ പോയിട്ട് വാങ്ങാനാണെങ്കിൽ പോസ്റ്റ് ഓഫീസാണ് നല്ലത്. അല്ല, നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്ന പോലെ വീട്ടിലോട്ട് എത്തിച്ച് തരില്ല. അത് മുൻകൂട്ടി പറയാണ് കേട്ടോ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. നിങ്ങൾ പാർസൽ തയ്ക്കുമ്പോൾ എങ്ങനെ വേണ്ടതെന്ന് ചോദിക്കുക, എന്നോട് ചോദിക്കുക. ഞാൻ പോസ്റ്റോ ഡെലിവറി ചോദിക്കും, പോസ്റ്റോ കൊറിയറോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരം ചിലപ്പോൾ ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ കൈ കൊടുന്ന് തരും കരുതുകയാണെങ്കിൽ അതില്ല. ആ ഫെസിലിറ്റീസൊന്നും നമുക്കില്ല. നമ്മൾ അത്ര വലിയ ആളുകളൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരാണ്. പിന്നെ എന്താ പറയുക, പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ വിട്ടുകൊണ്ട് ചോദിക്കരുത്. കാരണം ഞാൻ ചിലപ്പോൾ അറിയാമല്ലോ, സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള വർക്കുണ്ട്. കാരണം രാവിലെ നിങ്ങൾക്ക് എന്തൊക്കെ വീട്ടിൽ ജോലികളുണ്ട് സാധാരണക്കാരൻ, അതെന്നെ ഉച്ചവരെ എടുക്കാനുള്ള പണിയില്ല. 5 മണിക്ക് സ്റ്റാർട്ടിങ്, അതേ തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇത് മാനേജ് ചെയ്യലും അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കലും. നിങ്ങൾ ഒരാളായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. പക്ഷേ എൻ്റെ വാട്സപ്പിലോട്ട് ഒരു ദിവസം വരുന്നത് 10 15 അതിൽ കൂടുതലാണ്. പുതിയ നമ്മളൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 15-ൽ കൂടുതലാണ്. ചിലപ്പോൾ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവരൊന്നും അങ്ങനെ ചോദിക്കലില്ല. ചില ആളുകൾ മാത്രം, എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. എല്ലാവരും കുറ്റം പറയും. അവർ കേൾക്കും ഒരു ഫോട്ടോസ് ഇടുന്നില്ലെന്നില്ല. പക്ഷെ അതല്ല സംഭവം. എന്താ പറയുക, നിങ്ങൾ പോലെ തന്നെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോസ് ഇടുമെന്ന് ചോദിക്കാൻ പറ്റാത്ത. നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പോൾ ആ പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ സാധനം ഇല്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വിളിച്ച് പറയാറുണ്ട്. ഇനി ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് അഹങ്കാരം കൂടിയെന്ന് ഒന്നും പറയാൻ നിൽക്കരുത്. കാരണം നമുക്ക് ഓരോ കസ്റ്റമേഴ്സ് ഓരോന്നും ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നതുകൊണ്ടാണ് കേട്ടോ. കംപ്ലയിൻറ്റ് എന്നല്ല, അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അറിയാത്തവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, അല്ലാതെ വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ട്രൈപോഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതെങ്ങനെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വയ്യ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും പറയും ഞാൻ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് എന്നല്ലേ. കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എടുക്കുന്നത്. ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ഒരു തുമ്പും കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താണ്. ഇതിൻ്റെ ഇഞ്ചാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പാദസരത്തിൻ്റെ അളവ് എടുക്കുന്നതെന്നുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഊരിയിട്ട് ടാപ്പിലാണ് നോക്കുക, സ്കെയിലാണ് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് അറിയാം പാദസരത്തിന് എങ്ങനെ നിൽക്കുന്നുള്ളത്, എന്നിട്ട് അളക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്ക് കുറേ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇതാ കണ്ടല്ലോ, 9.5 ഇഞ്ചിൽ 1-2 പീസ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെയാണ് കേട്ടോ 11 ഇഞ്ചിൽ
11 ഇഞ്ചിൽ 2 പീസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ടുള്ളത് 10.5 ഇഞ്ചിലാണ് കേട്ടോ. ഒറ്റ പീസ് മാത്രമേ 10.5 ഇഞ്ചിൽ വന്നിട്ടുള്ളൂ, അല്ലാത്തൊക്കെ 11, പിന്നെ 9ലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹാർട്ട് ഷേപ്പാണ്. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഹാർട്ട് ഷേപ്പ്. ഇതിൻ്റെ നമുക്ക് സ്ക്വയറും റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം സ്ക്വയർ ഇല്ല, റൗണ്ട് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 210 രൂപയാണ് കേട്ടോ. 220 നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുറച്ചൊരളവ് 10 രൂപ കുറച്ചൊന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കും 10 രൂപ കുറച്ചിട്ടാണ് തരുന്നത് കേട്ടോ. പിന്നെ ഇതാ ഈ റൗണ്ടിൽ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതും 11 ഇഞ്ച് തന്നെ ആയിരിക്കും, കാരണം നമ്മൾ കുറേ സ്റ്റോക്ക് കൊടുത്തതായിരുന്നു, പക്ഷേ കിട്ടിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് റൗണ്ടിൽ ഇതാ 11.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 11.5 ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ള റൗണ്ട് കേട്ടോ. ഇതിനും 210 റേറ്റ്. പിന്നെ പുതിയൊരു മോഡൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ കേട്ടോ. ഇത് നൈസ്, നമുക്ക് സിമ്പിൾ, ഇത്ര വലിയ ഇത് വേണ്ട, കുറച്ച് പ്രായ ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അത് ഏതൊക്കെ മോഡൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിങ്കളാഴ്ചയ്ക്ക് ശേഷം 20-ക്ക് 19-ക്ക് ശേഷമേ നിങ്ങൾക്ക് ഇത് അയച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇത് അപ്ലോഡായി നിങ്ങൾ കാണുമ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മളൊരു ട്രിപ്പിന് പോവാണ്, കുറച്ച് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഇതാ 9 ഇഞ്ചിൽ കണ്ടല്ലോ, 9 ഇഞ്ചിലൊന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇതാ 8 ഇഞ്ചിലൊന്നുണ്ട്. പിന്നെ ഇതാണ്, ഇതും 9 ഇഞ്ചിലാണ് കേട്ടോ. കുളത്തിങ്ങനെ നോക്കിയിട്ടാണ് 9 ഇഞ്ചിൽ. ഇത് സത്യം പറഞ്ഞത് എനിക്കൊരു ഭാഗമായിട്ട് നിൽക്കുന്നതാണ്, 10.5 ഇഞ്ചിൽ വരുന്നത്, 11 ഇഞ്ചിൽ. പക്ഷേ ഇത് 8 പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനാകാൻ ഒരു 3-4 ദിവസത്തിനൊന്നും ഇങ്ങനെ കിടക്കില്ല. ഗോൾഡൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ വെറുതെ, കാരണം കൂടുതൽ പീസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം നല്ല നൈസായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ നമ്മൾ ബ്രേസ്ലെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല നൈസായിട്ടുള്ളൊരു മോഡലാണ്, കണ്ടല്ലോ ഈ ഒരു മോഡൽ, നൈസായിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് കാണിച്ചെന്നല്ലോ, 11.9 കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 200 രൂപയാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 200. പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. പോസ്റ്റ് ആണെങ്കിലും കൊറിയർ ആണെങ്കിലൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. 50 രൂപ ഷിപ്പിംഗ് വരും. ഡ്രസ്സ് ആകുമ്പോഴാണ് റേറ്റ് കൂടുതൽ കേട്ടോ. പിന്നെ ഇതൊറ്റ പീസേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നല്ല സിമ്പിൾ, നമ്മൾ ബോക്സ് ചെയിൻ ഉണ്ടാവില്ല, ചെറിയ ചെയിൻ, നൂൽ ചെയിൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പർപ്പിൾ ഷെയ്ഡിലുണ്ടാവില്ല, പർപ്പിൾ എന്നല്ല, ഒരു ലാവണ്ടർ അങ്ങനെയൊക്കെ പറയാം, ഒരു വൈൻ കളർ, ആ ഒരു കളറിൽ മുത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഒറ്റ പീസേ ഉള്ളൂ വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒരു സിമ്പിൾ മോഡൽ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്താണ്. കാണുന്നില്ലേ വീഡിയോ? ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് കാണിച്ചു തരാം, 11 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 180 രൂപയാണ് കേട്ടോ. 180 ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ 1-2 പ്രാവശ്യം ഇറക്കിയിട്ടുള്ളതാണ്, അന്ന് സ്റ്റോക്ക് ഔട്ടായി. ഇതും വലിയ സൈസാണ് കേട്ടോ. എത്ര സൈസ് എന്ന് ഇപ്പോൾ നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ സൈസ് 3-4 സൈസ് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. 6 ഇഞ്ച് കുട്ടികൾക്കുള്ളതാണ്, 9 ഇഞ്ച്, 11.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് 9.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും സൈസാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് കരിമണിയുടേത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതാണ്. ഒന്നൊരു 7 ഇഞ്ചാണ് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളത്. പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് 9 ഇഞ്ചാണ്. ഒന്ന് വലിയവർക്ക് 11 ഇഞ്ചാണ്. ഒന്നൊരു 9.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. നമ്മൾ മാലയും ബ്രേസ്ലെറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെത്. ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കരിമണി എടുക്കുന്നത് കേട്ടോ. ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഇതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വലിയവരുടേതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസ് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടേതും ആക്കാം. എങ്ങനെയാണെങ്കിലും നമ്മളെ പറഞ്ഞല്ലോ 20-ക്ക് ശേഷം ഇനി നമുക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഇതിൽ മൂവിങ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇതുണ്ടല്ലോ 11 ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? 11 ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളത് 7 ഇഞ്ചാണ് തോന്നുന്നു. വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവും, വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ട്രൈപ്പോഡ് കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് മറ്റേ ഫോൺ എൻ്റെ കയ്യിലില്ല, അപ്പോൾ അല്ലാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന് കണ്ടല്ലോ.
ഇത് 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് 180 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. 180 റേറ്റ് വന്നിട്ടുള്ളത്. ഇതിനും 180 റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാദസരത്തിൻ്റെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലാരെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ. അപ്പം പിന്നെ ഞാൻ വീണ്ടും പറയാൻ മറക്കണം, എന്നും ഫസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാൻ പറയുന്ന അവസാനം എന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. ഫസ്റ്റല്ല, ഇപ്പോൾ ഒന്ന് ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. വേറെ ആളുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.